ഒന്നിൽ നിന്ന് തുടങ്ങി ലക്ഷങ്ങൾ സമ്പാദിച്ചാലോ? ഒരു സാധാരണക്കാരനെ പണക്കാരനാക്കാനും ദരിദ്രനാക്കാനും കഴിവുള്ള ഒരു ഡിജിറ്റൽ കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി. ഡിജിറ്റൽ കറൻസി വ്യാപകമാക്കാനുള്ള തീവ്രയജ്ഞം പുരോഗമിക്കുമ്പോഴും ക്രിപ്റ്റോ കറൻസിക്ക് രാജ്യത്ത് നിയമസാധുത നൽകാൻ കേന്ദ്രം ഇതുവരെ തയ്യാറായിട്ടില്ല. 2009 ബിറ്റ്കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി വിപണിയിലെത്തി. എന്നാൽ ഇന്നത്തെ ഇതിന്റെ മൂല്യം 85,90,679 രൂപയാണ്. ഇതിന്റെ മൂല്യം 1 കോടിക്ക് മുകളിൽ എത്തുമെന്നാണ് ക്രിപ്റ്റോ ട്രേഡേഴ്സും മാർക്കറ്റ് റിസർച്ചേഴ്സും കണക്ക് കൂട്ടുന്നത്. ബ്ലോക്ക് ചെയിൻ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ബിറ്റ്കോയിന് ചുവടുപിടിച്ച് ഈ രംഗത്ത് നിരവധി ക്രിപ്റ്റോ കറൻസികൾ ഉദയം ചെയ്തു. സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഉപയോഗിച്ച് സാങ്കേതിക മികവ് പുലർത്തുന്ന ഈഥേറിയം, ബിനാൻസ് എക്സ്ചേഞ്ചിന്റെ ഔദ്യോഗിക കറൻസിയായ ബിനാൻസ് കോയിൻ, ബാങ്കിങ്ങിനും പണമിടപാടിനും അനുയോജ്യമായ റിപ്പിൾ കറൻസിയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസിയെ പറ്റി വലിയ ചർച്ചകളും നിയമപരമായ സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. വിദേശത്താണെങ്കിലും ക്രിപ്റ്റോ കറൻസികളിൽ വ്യാപാരം നടത്തുന്നവർക്ക് വലിയ നികുതി അടയ്ക്കേണ്ട സാഹചര്യമാണുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ വൈകാതെ മാറ്റം ഉണ്ടായേക്കാമെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. US-ൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു പിന്നാലെ ക്രിപ്റ്റോ കറൻസിക്ക് അനുകൂല തീരുമാനം സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെ ബിറ്റ്കോയിന്റെ മൂല്യം $1,00,000 കടന്നു. സ്വന്തം പേരിൽ ട്രംപ് മീം കോയിൻ തുടങ്ങുകയും ചെയ്തു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രിപ്റ്റോ കറൻസിയോടുള്ള സമീപനത്തിൽ വന്ന മാറ്റം ഇന്ത്യയെയും മാറ്റങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 2021 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രിപ്റ്റോ കറൻസി ഉപയോഗം നിയന്ത്രിക്കാൻ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ സുപ്രീം കോടതിയുടെ വിധിയോടെ ക്രിപ്റ്റോ വ്യാപാരം വീണ്ടും നിയമപരമായി തുടരാൻ സാധിച്ചു. 2022 ബജറ്റിൽ ഇന്ത്യൻ സർക്കാർ ക്രിപ്റ്റോ കറൻസി ലാഭത്തിൽ 30% നികുതി പ്രഖ്യാപിച്ചു. ഇതിലൂടെ രാജ്യത്ത് ക്രിപ്റ്റോ വിപണി ഒരേ സമയം നിയമപരമായ അംഗീകാരവും നിയന്ത്രണവുമൊത്ത് മുന്നോട്ടു പോകുന്നു. ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ കടുത്ത നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. 2023 ഡിസംബറിൽ ബിനാൻസ്, കുക്കോയിൻ എന്നിവയുൾപ്പെടെ 9 ഓഫ്ഷോർ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു. ഇവയെ വിലക്കി ഇന്ത്യയിൽ URL ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്യണമെന്നും FIO ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു. റിസർവ് ബാങ്ക് മുൻ ഗവർണർ ശക്തികാന്ത ദാസും ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ വരുന്നതിനെ എതിർത്തിരുന്നു. ഊഹക്കച്ചവടത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ക്രിപ്റ്റോ എന്നും ചൂതാട്ടത്തിന്റെ മറ്റൊരു രൂപമാണെന്നും അദ്ദേഹം വിമർശിച്ചു. എന്നാൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ക്രിപ്റ്റോ കറൻസിക്ക് പ്രാധാന്യമേറുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ മാറ്റങ്ങൾക്ക് തയ്യാറാകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ക്രിപ്റ്റോ കറൻസികൾ ഒരേ സമയം ഗുണവും ദോഷവുമാണ്. ഈ കറൻസികൾക്ക് കേന്ദ്രഭരണ നിയന്ത്രണം ഇല്ലാത്തതുകൊണ്ട് തന്നെ പണമിടപാട് നേരിട്ട് തന്നെ നടത്താം. അന്താരാഷ്ട്ര പണമിടപാട് മിനിറ്റുകൾക്കുള്ളിൽ പൂർത്തിയാക്കാം. എന്നാൽ ഇതിന്റെ മൂല്യം വളരെ വേഗത്തിൽ മാറ്റം വരും. മാത്രമല്ല, ഒരു നിയമപരമായ ഉറപ്പ് ക്രിപ്റ്റോ കറൻസിക്കില്ല. അതുകൊണ്ട് തന്നെ ഹാക്കിംഗ് സാധ്യതകളും ഇതിൽ കൂടുതലാണ്. ക്രിപ്റ്റോ കറൻസി ഭാവിയിൽ സാമ്പത്തിക ഇടപാടുകളുടെ പ്രധാന മാർഗമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിലെ CBDC എന്ന ആശയം ഈ മേഖലയിലെ ഒരു നിർണായകമായ മാറ്റം കൊണ്ടുവരും. സർക്കാർ ക്രിപ്റ്റോ കറൻസി നിയന്ത്രിച്ചാലും ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകളിൽ ഇത് വലിയ പങ്ക് വഹിക്കും. ക്രിപ്റ്റോ കറൻസി ഒരു മികച്ച നിക്ഷേപ മാർഗമാണെങ്കിലും അതിന്റെ അപകട സാധ്യതകളും മനസ്സിലാക്കി വേണം ഇടപാടുകൾ നടത്താൻ. അല്ലാത്തപക്ഷം ക്രിപ്റ്റോ വിപണിയിൽ ചേരുന്നത് അപകടകരമായിരിക്കും. അതിനാൽ സാമ്പത്തിക നിർദ്ദേശങ്ങൾ തേടുകയും നിക്ഷേപത്തിന് മുൻപ് കൂടുതൽ പഠിക്കുകയും ചെയ്യുക.